അടിമത്തത്തെ പച്ചയായി ന്യായീകരിക്കുന്ന നിരവധി വെളിപാടുകൾ ഖുർആനിൽ കാണാൻ കഴിയും. ഞാൻ ഈ സീരീസിലെ 1ാമത്തെ വീഡിയോയിൽ തന്നെ അടിമയും സ്വതന്ത്രനും തുല്യരല്ല എന്ന് ദൈവം തന്നെ ഉപമ പറയുന്ന 2 വാക്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഉളുപ്പുണ്ടെങ്കിൽ ഒരു ദൈവം പറയുമോ അടിമകളും ഉടമകളും നിങ്ങൾക്കിടയിലുള്ള അടിമകളും ഉടമകളും തുല്യരല്ല എന്ന് ഒരു ദൈവം മനുഷ്യരോട് പറയുമോ? ഈ അടിമത്തം തെറ്റാണെന്നുള്ള ഒരു ബോധമുള്ള ഒരു മനുഷ്യൻ, ഒരു ദൈവം ഈ അടിമത്തം ഇല്ലാതാക്കാൻ വേണ്ടി ആ ഒടുക്കത്തെ കിതാബ് കൊടുത്തയച്ച ഒരു ദൈവം ആ ഒടുക്കത്തെ കിതാബിൽ ഇങ്ങനെ പറയുമോ അടിമയും ഉടമയും തുല്യരല്ല എന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. അതുമാത്രമല്ല, അടിമത്തത്തിലൂടെ മനുഷ്യൻ ചെയ്തിട്ടുള്ള ഏറ്റവും നീചമായ, ഏറ്റവും നികൃഷ്ടമായ, ഒരുപക്ഷെ മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തിന്മയായിട്ടുള്ള അടിമത്തത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണത്തെ പച്ചയായി ഖുർആൻ ആവർത്തിച്ച് ന്യായീകരിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, അടിമ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് ഈ അവരെ പിടിച്ചെടുത്ത ആളുകൾക്ക്, അവരുടെ ഉടമസ്ഥരായി തീർന്ന ആളുകൾക്ക് ആ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് അവരെ ബലാത്സംഗം ചെയ്യാം എന്ന് വരെ ഈ ഖുർആനിലും ഹദീസിലും വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ നീതിമാനായ സർവതന്ത്രജ്ഞനും സർവജ്ഞാനിയും സർവശക്തനുമായ ഒരു ദൈവം തൻ്റെ 1,24,000 പ്രവാചകന്മാരിലൂടെ ധാർമ്മികത പഠിപ്പിക്കാൻ ഇറക്കിയ ഒടുക്കത്തെ കിതാബിൽ എഴുതി വെക്കുമോ? അടിമത്തം മോശമാണ് എന്ന ഒരു ചിന്ത ഈ ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ദൈവം പറഞ്ഞയച്ച ഈ അന്ത്യപ്രവാചകനുണ്ടായിരുന്നെങ്കിൽ, ഈ മാതിരി അസംബന്ധങ്ങൾ, ഈ മാതിരി അന്യായങ്ങൾ, ഈ മാതിരി നെറികേടുകൾ ഈ പുസ്തകങ്ങളിൽ എഴുതി വെക്കുമായിരുന്നോ? ഇല്ല. ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 24-ാം വാക്യത്തിൽ ഭർത്താവുണ്ടെങ്കിലും അടിമ സ്ത്രീകൾ ഉടമകൾക്ക് ലൈംഗികമായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പച്ചയായി എഴുതി വച്ചിട്ടുള്ളത്. ആ വാക്യം ഇറങ്ങിയ സന്ദർഭം ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസുകളിലും തഫ്സീറുകളിലും അത് കാണാം. എന്താ സന്ദർഭം? ഔത്താസ് എന്ന് പറയുന്ന ഒരു യുദ്ധ സന്ദർഭത്തിൽ ആ ഗോത്രത്തിലുണ്ടായിരുന്ന മുഴുവൻ സുന്ദരികളായ സ്ത്രീകളെയും തടവുകാരായി പിടിച്ചു. അവർ അധികം യുദ്ധമോ അക്രമമൊന്നും ഇല്ലാതെ തന്നെ നിരുപാധികം കീഴടങ്ങിയ ഒരു ഗോത്രമായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ആ യുദ്ധത്തിൽ ആ ഗോത്രത്തിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ തടവുകാരായി പിടിച്ചു. അങ്ങനെ തടവുകാരായി പിടിക്കപ്പെട്ട സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരും തടവുകാരായി അവരെ കൂടെ ഉള്ളപ്പോൾ ആ സ്ത്രീകളെ ആ യുദ്ധപ്പറമ്പിലിട്ട് തന്നെ ബലാത്സംഗം ചെയ്യാൻ പ്രവാചകനോട് അനുവാദം ചോദിക്കുകയാണ് സഹാബികൾ. അനുവാദം ചോദിക്കുകയല്ല, അത് തെറ്റാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രവാചകൻ ദൈവത്തിൻ്റെ ആയത്തിറക്കിക്കൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ പിന്മാറേണ്ടതില്ല, നിങ്ങൾ ആയിക്കോളൂ, ഭർത്താവ് ഉണ്ടെങ്കിലും ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ അനുവാദം കൊടുക്കുകയാണ് ദൈവം. അവിടെ അന്നത്തെ കാട്ടറബികൾക്ക് പോലും ഇത് അന്യായമാണ്, അനീതിയാണ് എന്ന് മനസ്സിൽ തോന്നലുള്ളത് കൊണ്ടാണ് അവർ പ്രവാചകനോട് അതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ അയ്യോ അത് ചെയ്യരുത് എന്നല്ല പ്രവാചകൻ പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിൻ്റെ ആയത്തിറക്കിക്കൊണ്ട് ചെയ്തോളൂ, കുഴപ്പമില്ല, ഭർത്താവ് ഉണ്ടെങ്കിലും അവരെ നിങ്ങൾക്ക് ഭോഗിക്കാം എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. അതാണ് ഹദീസുകളിൽ പറയുന്നത്, അതാണ് തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു കിതാബിൽ പറയുമ്പോൾ ആ കിതാബ് ലോകാവസാനം വരേക്കുള്ള മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന അവസാനത്തെ ദൈവത്തിൻ്റെ കിതാബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കിതാബ് അടിമത്തത്തിനെതിരാണ് എന്ന പച്ചക്കള്ളം പറയാൻ ഉളുപ്പില്ലേ എന്നാണ് ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളത്. അടിമത്തം ഒരു തിന്മയാണ് എന്ന് അള്ളാഹുവിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. 1,24,000 പ്രവാചകന്മാരെ അയച്ച അള്ളാഹുവിന് ഒരൊറ്റ പ്രവാചകനോടും ഈ അടിമത്തം തെറ്റാണ് എന്ന് പറയാൻ ഉള്ള ധാർമ്മിക ബോധം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, എണ്ണപ്പെട്ട പല പ്രവാചകന്മാരുടെയും ജീവചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ തന്നെയും അടിമത്തത്തിൻ്റെ ഒന്നാന്തരം ഗുണഭോക്താക്കളായിരുന്നു എന്ന് കാണാം. ഇബ്രാഹിം നബിക്ക് കുട്ടികളുണ്ടായത് വെപ്പാട്ടിപ്പെണ്ണിലാണ് എന്ന് ചരിത്രം പറയുന്നു. മുഹമ്മദ് നബിക്ക് ആരോ സമ്മാനം കൊടുത്തയച്ചത് എന്തായിരുന്നു? കിണ്ടിയും കോളാമ്പിയും ഒന്നല്ല, പെണ്ണുങ്ങളെയായിരുന്നു സമ്മാനം കൊടുത്തയച്ചത്. അടിമ പെണ്ണുങ്ങളെ സമ്മാനം കൊടുത്തയച്ചു. ആ സമ്മാനം നമുക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ് നിരസിക്കുകയല്ല മുഹമ്മദ് നബി ചെയ്തത്, മറിച്ച് സന്തോഷത്തോടു കൂടി ആ സമ്മാനം സ്വീകരിക്കുകയും ആ സമ്മാനത്തെ വെപ്പാട്ടിയായി വീട്ടിൽ പാർപ്പിക്കുകയും ആ സമ്മാനത്തിൽ സന്താനം ജനിക്കുകയും ചെയ്തു എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നത്. 1,24,000 പ്രവാചകന്മാരെ അയച്ച് ധാർമ്മികത പഠിപ്പിച്ചിട്ട് ഏറ്റവും അവസാനത്തെ ധാർമ്മികത പഠിപ്പിക്കാൻ അയച്ച അവസാനത്തെ പ്രവാചകൻ അടിമത്തത്തിൻ്റെ ഒന്നാന്തരം ഗുണഭോക്താവായിരുന്നു.
അദ്ദേഹം അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തതിൻ്റെ തെളിവുകൾ ഹദീസുകളിലുണ്ട്. വെപ്പാട്ടികളായി അടിമ സ്ത്രീകളെ സ്വീകരിച്ചതിൻ്റെ തെളിവുകളുണ്ട്. ആ വെപ്പാട്ടികളുമായി ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യമാർ തമ്മിലുണ്ടായ വഴക്കും ആ വഴക്ക് തീർക്കാൻ വേണ്ടി അള്ളാഹു തുരുതുര ആയത്തിറങ്ങിയതിൻ്റെയും ഒക്കെ ചരിത്രം ഖുർആനിലുണ്ട്. കാലം മാറിയിരിക്കുന്നു. ഇനി നുണ പറഞ്ഞുകൊണ്ട് ഈ ചരിത്രത്തെ ഒന്നും മൂടിവെക്കാൻ സാധ്യമല്ല. പുതിയ തലമുറ ഈ പുസ്തകങ്ങളും കിതാബുകളും ഖുർആനും ഹദീസുമൊക്കെ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നുണകളൊന്നും ഇനി വിലപ്പോവില്ല. പെയിൻ്റ് അടിക്കാൻ ഇനി അധികം പെയിൻറ്റും ബ്രഷുമായി ഇറങ്ങിയിട്ട് കാര്യമില്ല.